പണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ലൈഫൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ പണം നമ്മൾ ഏത് രീതിയിലാണ് ചിലവഴിക്കേണ്ടത് ഒന്നും അറിയാതെ ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പൈസയുടെ കാര്യത്തിൽ അനുസരിച്ചിട്ട് നമ്മളുടെ ഒക്കെ വരുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ലാൻഡിലേക്ക് എന്നുള്ള രീതിയിൽ അത് വരുന്നതാണെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം സാലറി പെൻഡിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ലൈഫിൽ അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ അതിന് മുമ്പേ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ കറക്റ്റ് സാലറി കിട്ടുന്നില്ലെങ്കിൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫെയ്ത്ത് നമ്മളെ വിധിയായിട്ട് കാണാം. നമുക്കത് കിട്ടാനുള്ള പാടില്ല. അത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായ രീതിയിൽ സേവ് ചെയ്യാതെയോ അല്ലെങ്കിൽ അതുപോലെ ഒന്നും ചിന്തിക്കാതെ നാളെ നമ്മളൊരു ലോസിൽ എത്തിപ്പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പണം എങ്ങനെ അതിനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാതെ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് പണം നമ്മൾ ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. പണം നമ്മൾ യൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും പലരും പറയാറില്ലേ, നമ്മളിപ്പോൾ എടുത്തു വെച്ചതിൻ്റെ പേരിൽ നാളെ നമുക്ക് വേണ്ടിയിട്ട് അതുണ്ടാവും, നമ്മളെല്ലാവരും പെട്ടെന്ന് മരിച്ചു പോലെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു 5 കാര്യം നമുക്ക് എല്ലാവർക്കും, സാധാരണക്കാരനായി ജീവിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബയോഗ്രഫി എന്തെങ്കിലും വായിച്ചു നോക്കിയാൽ അറിയാം, അവരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള പോലെയൊന്നും ആയിരിക്കില്ല നമ്മുടെ സാധാരണക്കാരായി നമുക്ക് കിട്ടിയ വരുമാനത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്ന കാര്യത്തിലായാലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പൈസ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കാനും സേവ് ചെയ്യാന്നുള്ളതൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു ഹാബിറ്റ് ആട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ പറയുന്നില്ലേ 4 മണിക്കൂർക്ക് ഉറങ്ങിയെഴുന്നേക്കുക എന്നുള്ള ഒരു നല്ല ഹാബിറ്റാണ്. എക്സസൈസ് എന്ന് പറയുന്ന നല്ലൊരു ഹാബിറ്റ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഹാബിറ്റായിട്ട് വേണം. അതേപോലെ ഒരു കാര്യമാട്ടോ മണി സേവിങ്, അല്ലെങ്കിൽ മണി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മളുടെ ഒരു ഹാബിറ്റാണ്. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് പറ്റാത്തൊരു കാര്യമാട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് മണി എങ്ങനെ നമുക്ക് എക്സ്പെൻസ് എങ്ങനെ ചുരുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ മണി ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളത്. കാരണം പലരുടെയും കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തൊരു ഇപ്പോഴായാലും ഇനിയിപ്പോൾ എത്ര റെസ്ട്രിക്ഷൻസ് ഞാൻ എൻ്റെ ലൈഫിൽ വെച്ചാലും പലപ്പോഴും ചില സമയത്തേക്ക് അത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ ഒരുപാട് സിറ്റുവേഷൻസ് കാരണം. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണങ്ങൾ പോകാട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ജോബിലേക്ക് കയറി ഒരു 20 വയസ്സ് ആ ഒരു ഏജിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയൊക്കെ പെട്ടെന്ന് അവരുടെ കയ്യിലെ പൈസകൾ തീർന്നു പോകുമെന്ന് പറയും. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൻ്റെ അവിടെ ആ ഒരു ഹാബിറ്റ് അവർക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുവരാതെ തന്നെ ഒരു പ്രശ്നം കേട്ടോ. ഞങ്ങളൊക്കെ ആദ്യം നമ്മളിങ്ങനെ ജീവിക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്രയും ചിലവ് വരുന്നത്, അല്ലെങ്കിൽ ഇതെന്താ മാനേജ് ചെയ്യാൻ പറ്റാത്തെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ചിന്തിച്ചിട്ട് നമുക്കതൊരു ട്രാക്ക് ചെയ്തിട്ട് നമ്മളൊരു ഹാബിറ്റ് കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെയൊക്കെ ലൈഫിലേക്ക് അതൊരു നല്ല രീതിയിലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ ഒരു ഹാബിറ്റ് എന്താണെന്നും എങ്ങനെയാണ് മണി ഹാബിറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ചെറിയ ഒരു കുഞ്ഞു ലൈഫ് കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷേ ഈ കുഞ്ഞു ലൈഫിലും എങ്ങനെയാണ് ഞാനത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാട്ടോ പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ വലിയ ആൾക്കാരൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ്. അതല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വീട്ടമ്മ എന്ന നിലയിൽ, അതേപോലെ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഞങ്ങൾ എങ്ങനെയാണത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാലും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകുമെന്ന് മനസ്സിലായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു ജോബിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതുവരെ ജീവിച്ചൊരു ജീവിതമായിരിക്കില്ല പിന്നീട്. അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ കൊണ്ടുപോകേണ്ടതെന്നട്ടോ ആദ്യം പറയാൻ പോണത്. ഞങ്ങളതായാലും കല്യാണം കഴിച്ചൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, നമ്മൾ ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സമയത്ത് നമുക്ക് പറ്റിയൊരു കാര്യം. അതേപോലെ ഇനിയിപ്പോൾ ഒരു ജോബിലേക്ക് കയറിയിട്ട് ഒരു 24 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവരുടെ കയ്യിൽ പൈസ കിട്ടുന്ന ഒരു സമയം. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മുടെ ഡ്രീം ആയിരിക്കില്ലേ നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുക, നമ്മൾ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കാൻ തുടങ്ങും. അതൊരു വലിയ മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ. പൈസ കിട്ടി തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു ചിന്തയായിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഒരു സേവിങ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് പണം നാളെ പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് വേണ്ടി വരുമെന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഏറെ നമുക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ആവശ്യത്തിലേറെ ഷോപ്പ് ചെയ്യുക. അപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പുറത്ത് പോയി നല്ല ഷോപ്പിംഗ്, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ലൈഫിലേക്ക് ചിലവഴിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പറ്റിയിട്ട് ഒരു ചിന്തയില്ലാതെ, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകുമ്പം ഒരു ബിഗ് ആയിട്ടുള്ള ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ മാറ്റി വെക്കേണ്ടതാണ്. നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറയും. ഒരു 5 വർഷം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് 5 വർഷം, അല്ലെങ്കിൽ ജോലി തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു അപ്പോഴും നമ്മളൊരു 0 പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ഫിനാൻഷ്യലി
സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും, അയ്യോ അന്നേ ചെയ്യായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പൈസ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി ഷോപ്പ് ചെയ്തൊക്കെ നിങ്ങളിപ്പം നമ്മുടെ ലൈഫ് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് അവരുടെ ബയോഗ്രഫി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാനോ വായിക്കാനോ കേൾക്കാം. അല്ലെങ്കിൽ അവരൊക്കെ ജീവിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കുക, ബാക്കി എന്താണോ നമുക്കൊരു സാലറി കിട്ടുന്നത് അതൊന്ന് ഒരു പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% സേവിങ്സിലേക്ക് മാറ്റി വെക്കുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മളാണ് നമുക്ക് കിട്ടുന്ന എല്ലാ പൈസയും നമ്മൾ ലൈഫ് എക്സ്പെൻസ് ആയിട്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെൻസ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ലൈഫൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് തിരിച്ച് ബാക്കോട്ടേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് വരാനേ പറ്റില്ല. എനിക്ക് പോലും നമ്മുടെ ലൈഫിൽ പോയി ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മളെ ലൈഫ് വലുതായി പോവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വലിയ പാടായിരിക്കും. പിന്നീട് തിരിച്ച് സാധാരണ ഒരു ലൈഫിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈഫ് നമ്മളൊന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക, ചിലവഴിക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ എപ്പോഴും പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അല്ലെങ്കിൽ അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൈസ ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, നമ്മുടെ കീശ പെട്ടെന്ന് കാര്യമാവും. പിന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു കടബാധ്യതയിലേക്ക് എത്തിച്ചത് ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് യൂസിങ് ആട്ടോ. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് യൂസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ കുറച്ച് പൈസയുടെ കട ഉണ്ടാവാൻ അത് EMI ആക്കി ഇടാനൊക്കെ ഇട വന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് വരുമാനം വരികയായിരിക്കും, അത് കൊടുത്ത് തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തു വെക്കുന്നത് തന്നെ വലിയൊരു വിപത്ത് തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, എനിക്കത് തീർക്കാൻ പറ്റും, എനിക്ക് അതിൻ്റെ സാലറി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുക. നമ്മളൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് നമുക്കത് അടിച്ച് തീർക്കാൻ മാത്രമേ നമ്മുടെ സാലറി ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുക. നമുക്ക് അത്യാവശ്യം ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ 1-2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻസ് ഒക്കെ വന്നു, അതൊരു ഉപയോഗം കൂടുതലാണെന്ന് മനസ്സിലായി. കാരണം വരുമാനത്തിൽ നിന്ന് ഒത്തിരി പൈസത്തിലേക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ക്രെഡിറ്റ് കാർഡൊക്കെ കട്ട് ചെയ്തു, ഒന്ന് മാത്രം വെച്ചു. അത് തന്നെ അത്രയും നമുക്ക് ഒരു പേഴ്സണലി അത്രയും അത്യാവശ്യമുണ്ട്, കയ്യിൽ പൈസ ഇല്ല, അത് മേടിക്കണം അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് എന്ന് കരുതുമ്പോൾ ട്രാവലിങ്ങിലൊക്കെ ചില സമയത്ത് ആ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചില സമയത്ത് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ ഒന്നും ഇല്ലാതിരിക്കരുത്, അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് അതൊന്ന് കയ്യിൽ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഒന്ന് വെക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ തന്നെ ആകുന്ന സമയത്ത് നമ്മളുടെ ഈ സാലറി വരുന്ന സമയത്ത് ഇതൊക്കെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ കയ്യിലുള്ള വരുമാനം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, കുറേ ആൾക്കാർ അതിൽ ഭയങ്കരമായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ പോയിന്റ്സ് ഒക്കെ കൊടുക്കും, ഇന്ന് പോയിന്റ്സ് ഒക്കെ തരും. അപ്പോൾ നമുക്ക് നമുക്കൊന്നും കൂടെ ക്രെഡിറ്റ് കാർഡിൽ വാങ്ങിയാലോ അത് പർച്ചേസ് ചെയ്യുന്നില്ല സെയിൽസ് ചെയ്യുന്നതിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കയ്യിൽ വെക്കുന്നതുകൊണ്ട് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ കൺട്രോൾ ഉണ്ടാവണം. നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മുടെ കയ്യിൽ നിന്ന് വല്ലാത്ത പൈസ ചിലവായി പോകും. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു മിസ്റ്റേക്ക് അല്ല, അതൊരു ഫെയ്ത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുഴപ്പമില്ലാതെ പോയിരുന്നു. പിന്നെ സാലറിയുടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു, മന്ത്ലി സാലറി കിട്ടാതിരിക്കുന്ന സമയമൊക്കെ ആയി. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ടാവുമല്ലോ, ഈ LIC, KSF അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയൊക്കെ നമുക്കൊരു വരുമാനം ഉണ്ട്, എന്നാൽ പോലും നമ്മുടെ വരുമാനത്തിനേക്കാൾ ഓവറായിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻവെസ്റ്റിംഗ് ഭയങ്കര നല്ലതാണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യുന്നത് നമ്മളെ ലൈഫിനെ സേഫ് ആണെന്ന് വെച്ചിരിക്കുമ്പോൾ പലപ്പോഴും പല സിറ്റുവേഷൻസ് വരും. നമുക്ക് ജോലി പെട്ടെന്ന്, നമ്മൾ ആരും ഗവൺമെന്റ് ജോബിൽ ഇരിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമായിരിക്കും, ലീവും കാര്യങ്ങൾ. ചില സമയത്ത് ഒരു പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലി ചെയ്തെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടാം. അപ്പോൾ ഓവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ല കാര്യം കേട്ടോ. അത് നമുക്കൊരു പ്രഷർ വരും, നമുക്ക് പെട്ടെന്ന് ഒരു സാലറി ഇടിവോ അല്ലെങ്കിൽ നമുക്കൊരു ജോബ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ വരുമാനത്തിന്റെ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് കാര്യങ്ങൾ മാത്രം നമ്മൾ സേവിങ്സും കാര്യങ്ങളും ഈ പ്രൈവറ്റ് ഫേം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ലൈഫിൽ തന്നെ KSF, LIC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വരുമാനം അല്ലെങ്കിൽ സാലറി വരാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതൊക്കെ അടച്ചു തീർക്കാൻ വളരെയധികം, കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും പറയുന്നില്ലേ, നമ്മുടെ വരുമാനത്തിന്റെ ഒരു 10% അല്ലെങ്കിൽ 20% സേവിങ്സ് ആയിട്ട് വെക്കണം എന്നുള്ളത്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്ന സമയത്ത് സേവിങ്സ് ഒന്നും ഇല്ല ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേവിങ്സ് അങ്ങനെയൊക്കെ നമ്മൾ റെഗുലറായിട്ട് എല്ലാ രീതിയും കൊണ്ടുപോകണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സാലറി നമുക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിലവഴിച്ച് തീർക്കാതെ ഒരു 20% മാറ്റി വെക്കാൻ ശ്രമിക്കണം. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു ശതമാനത്തിൻ്റെ ഒരു 60% അല്ലെങ്കിൽ 70 അങ്ങനെ ശതമാനത്തോളം നമ്മളൊരു സേവിങ്സിലേക്ക് പോവുകയാണെങ്കിലും അതും ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് അടയ്ക്കാൻ വേണ്ടി പാടായിരിക്കും. അപ്പം അങ്ങനെ ഓവർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ നമ്മുടെ സാലറിക്ക് അനുസരിച്ച് നമ്മുടെ ആ ഒരു മണി സേവ് ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോയ ആവുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നാലാമതായിട്ട് അടുത്ത പോയിന്റ് പറയുന്നുണ്ടെന്ന് അറിയോ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മളൊരു 20% സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ വരും. ഇപ്പോൾ കല്യാണം ആയിക്കോട്ടെ, വീട് വെക്കുക, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ നമ്മൾ ഓർത്ത് ചെയ്യുന്നതാണ്. പക്ഷേ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരാം, വലിയൊരു പേയ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്കാണ് ലൈഫിൽ. അപ്പം നമ്മളുടെ സാലറിയിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ 20% സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കടബാധ്യതകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോദിച്ചു മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കുക, ഇങ്ങനത്തെ ഒരു അവസരം വരികയും ചെയ്യും. അത് നമ്മുടെ മുമ്പിൽ വലിയൊരു ലാബിലിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. അത് നമുക്കൊരു വലിയൊരു കെടുതിയായിട്ട് തന്നെ ഫീൽ ചെയ്യാം. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു കുറച്ച് ചെറിയൊരു ഭാഗത്തിലെങ്കിലും സേവിങ്സ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ മിസ്റ്റേക്കാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതും ഒരു നമ്മുടെ മണി മേക്കിംഗ് ഉണ്ടാക്കുന്നതിന് മിസ്റ്റേക്കാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു 10% മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ കൂടി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ എക്സ്പെൻസ് കുറയ്ക്കും എന്നുള്ളത്. ഇഗ്നോർ യുവർ എക്സ്പെൻസ്. നിങ്ങളെ എക്സ്പെൻസ്, നമുക്ക് എക്സ്പെൻസ് ചിലവെല്ലാവർക്കും ഉണ്ടാകും, അത് എല്ലാവർക്കും അത്യാവശ്യമാണ്. പക്ഷെ അതല്ല, ഇപ്പം നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഒരു മണി നമുക്ക് വരാൻ പോകണം, നമ്മുടെ സാലറി ഇന്ന് ഡേറ്റിൽ വരികയാണെങ്കിൽ അതിന് മുമ്പേ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവും. ചില ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, മീഷോയിലായിക്കോട്ടെ, എല്ലാവരുടെയും നമ്മൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏതെങ്കിലും നമുക്കിങ്ങനെ ഒരുപാട് അതിന് അഡ്വർടൈസ്മെന്റ് വരും, നമ്മളത് കാർട്ടിലൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ കണ്ടിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പൈസ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ ബുക്ക് ചെയ്ത് മേടിക്കും. ഈ ഒരു സമയം നമ്മൾ എക്സ്പെൻസ് വളരെ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. എക്സ്പെൻസ് അങ്ങനെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ചിന്തിക്കായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മാസം എൻ്റെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും വേണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്, നമുക്കിത് ഒഴിവാക്കിയാൽ പറ്റില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം മേടിക്കുക. അല്ലാതെ ഒരുപാട് നമ്മളിപ്പം നമുക്ക് ഡ്രസ്സ് ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. ആ പൈസ നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ ആ ഒരു മന്ത് കഴിയുന്നവർ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുക എന്നുള്ളതല്ലേ, ഒരാൾ ചോദിക്കേണ്ട അവസ്ഥയിലോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കേണ്ട അവസ്ഥയിലോ ഇരിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സേവിങ്സ് ആയിട്ട് വെക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നല്ലൊരു കാര്യമാണ്. അപ്പം ഓവറായിട്ടുള്ള എക്സ്പെൻസ്, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്തു പോകാറുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിന് ഇങ്ങനെ ഒരുപാട് എൻഡ് ഓഫ് ദ മന്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിന് ഇങ്ങനെയൊക്കെ മേടിച്ചില്ലെങ്കിൽ ആ പൈസ ഒക്കെ കയ്യിൽ ഉണ്ടായിരുന്നേനെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അല്ലാതെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫിലിം കാണുക, ശരിയാണ്, ഇതൊക്കെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതൊന്നും നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പണിയെടുക്കുന്നത്, നമ്മൾ പൈസയാക്കി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കുറച്ചൊക്കെ വേണം. പക്ഷേ അത് മാത്രം എക്സ്പെൻസോ എപ്പോഴും വീക്കിലി പോവുക അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, അതൊന്നും ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ചുരുക്കിയാൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോ, ഒരു മാസം നിങ്ങളതൊന്ന് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ബാക്കി വരുന്ന പൈസ എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഓവറായിട്ടുള്ള എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു വലിയ മിസ്റ്റേക്ക് ആട്ടോ മണി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ. പിന്നത്തെ ഏറ്റവും വലിയ മണ്ടത്തരം നമ്മളെ പോലെ സാധാരണക്കാരായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇത്രയും വരുമാനം വരുന്നുള്ളൂ, നമ്മുടെ കയ്യിൽ ഇത്രയും സേവിങ്സ് ഉള്ളൂ, എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാർ മേടിക്കുക, വീട് വാങ്ങുക എന്നുള്ളതൊക്കെ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്ത് തീർക്കും എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ നമ്മുടെ ലൈഫിൻ്റെ ഇടയിൽ എന്താവും വരാൻ പോകണമെന്ന് നമുക്കറിയില്ല. അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ ജോബ് നമുക്ക് എന്തെങ്കിലും റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു 80% പൈസ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഒരു ഹൗസിലേക്കോ അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്ന കാര്യത്തിലേക്കോ എല്ലാം ഇറങ്ങി തിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ലൈഫിൽ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ വീടെടുക്കുന്ന ഒരു തിരക്കായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ലോങ് ഞങ്ങൾക്ക് ആ ഒരു കടം അടിച്ച് തീർക്കുക ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം അത് ലൈഫിൻ്റെ ആ ഒരു
നമുക്ക് ലൈഫിൽ സേവിങ്സൊന്നും നടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ ഈ ഒരുപാട് കടം തീർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരു വീട് നമ്മുടെ എല്ലാവരും സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ കാർ നമ്മുടെ സ്വപ്നമായിരിക്കാം, എന്ത് നമ്മുടെ സ്വപ്നമായിരിക്കാം. നമ്മളത് എന്ത് വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സേവിങ്സ് ചെയ്ത് നമ്മളൊരു 80% പൈസ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ കടടച്ച് തീർക്കാനും അല്ലെങ്കിൽ ആ ഒരു കാര്യം തീർക്കുമ്പോഴേക്കും നമ്മുടെ ലൈഫിന്റെ മുക്കാഭാഗവും തീരും കേട്ടോ. അപ്പം നമ്മൾ അത് ശ്രമിക്കുക. നമുക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ പൈസ സേവിങ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ട് അടച്ചു തീർക്കാനും ഒരുപാട് സമയം എടുക്കും. സേവിങ്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് സാധനങ്ങൾ നമ്മുടെ വീട് മേടിക്കാനോ കാർ മേടിക്കാനോ ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് പീരീഡ്, നമ്മൾ 10 വർഷം എടുത്തിട്ടാണ് ചെയ്യുന്നെങ്കിൽ ആ ലൈഫ് പീരീഡ് നമ്മൾ സേവ് ചെയ്യാന്ന് ഓർത്താൽ നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മുടെ ആ ഒരു ചെറിയ പ്രായം മുഴുവൻ നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ നമ്മൾ ആദ്യം തന്നെ കട എടുത്ത് വീടെടുക്കുക കാർ എടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മളിത് ചെയ്ത് ആ കടം തീർക്കുന്നവരെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതും നമ്മൾ ഈ 10 വർഷം തന്നെ ചിലപ്പോൾ അടച്ചു തീർക്കേണ്ടി വരും. പക്ഷേ അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയസ് എടുക്കെ വരാൻ നമുക്ക് അറിയില്ല. അപ്പോൾ ആ വിഷമിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ അത്രയും പീരീഡ് എടുത്ത് നമ്മൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സമാധാനവും സന്തോഷവും ലൈഫിൽ ഉണ്ടാവും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നമ്മളെ ഒരിക്കലും കൺട്രോൾ ചെയ്ത്, നമ്മൾ പൈസയെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി പഠിക്കണം കേട്ടോ. അല്ലാതെ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ രീതിയിലും ജീവിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ഒരു 10 years ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊരു പൊസിഷനിലെത്തി അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സിറ്റുവേഷനിലെത്തി, ഞാൻ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാനൊരു അവസ്ഥ ഉണ്ടാക്കരുത്. നമ്മൾ ഈ ചെറിയ പ്രായത്തിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന മണിയിൽ നിന്ന് നമ്മൾ ഒരു എമൗണ്ട് എടുത്ത് വെക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ എന്താണെന്ന് പറയുക, നമ്മളൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഇച്ചിരി എമൗണ്ടോടുകൂടി നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഫാമിലി ലൈഫ് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് പാടുപെടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒരു പരിധിയിൽ തന്നെ നമുക്ക് നേടാൻ പറ്റണം. അല്ലാതെ നമ്മൾ പ്രായമായ ഒരു സമയത്താണ് നമ്മൾ നേടാൻ പോകുന്നെങ്കിൽ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് നിങ്ങൾ ഈ സേവിങ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ലൈഫിലൊക്കെ സേവിങ്സ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പം ഞാനൊരു വീട്ടമ്മയായി നിൽക്കുന്ന ഇടയിലും ഞാൻ ഈ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നും എന്തൊക്കെ എവിടെയൊക്കെ സേവ് ചെയ്യണം, ചെറിയ ചെറിയ സേവിങ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നാളത്തേക്കുള്ളൊരു സെക്യൂർ ആണ്. നമുക്ക് മക്കളുണ്ട്, അവർക്ക് വേണ്ടിയുള്ളൊരു സെക്യൂർ ആണ്. ലൈഫ് അടിച്ചു പൊളിക്കണം, നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ എന്നെല്ലാവരും ചിന്തിക്കും. ശരിയാണ്, ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. പക്ഷേ നമ്മുടെ ലൈഫ് മൊത്തം അടിച്ചുപൊളി ആവരുത്. കുറച്ചൊക്കെ നമ്മുടെ നാളത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുതാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആൾക്കാർ എല്ലാവരും ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ലൈഫിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നാളത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ഈ സേവ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. എന്തൊക്കെ രീതിയിലാണ് ഞാൻ എൻ്റെ ലൈഫിൽ പണം ശേഖരിക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ഇടാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരിക്കലും പൈസ ഒരു വെറുതെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ, പ്രത്യേകിച്ചും കല്യാണമൊക്കെ കഴിയാതെ നല്ലൊരു ചെറിയൊരു പ്രായത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതാണ്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നും നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാന്നുള്ളത്. പക്ഷേ അതല്ല ലൈഫ്, ഇത് കഴിഞ്ഞൊരു ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു സേവിങ്സും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ഹാബിറ്റും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രായത്തിൽ നിങ്ങളുടെ ഒരു 40 years ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടാൻ പറ്റും. അതുമാത്രമല്ല റിച്ച് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ലൈഫ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ഓരോരുത്തരും അവരുടെ ലൈഫിനെ എത്ര പഞ്ച്വലായിട്ടാണ് അല്ലെങ്കിൽ എത്ര നല്ല ഗുഡ് മണി മേക്കിങ്ങിൽ എത്ര ഗുഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല, ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.